അപ്പോൾ ഇതാ നമ്മുടെ എക്സാം നമ്മുടെ മുന്നിൽ വളരെ അടുത്തെത്തി കഴിഞ്ഞല്ലേ. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം അതിലെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലൂടെ വായിച്ചു നോക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ രണ്ട് റെസിസ്റ്റേഴ്സിലെ നോക്കിയടാ 8 ഓം റെസിസ്റ്ററും 4 ഓം റെസിസ്റ്ററും തന്നിട്ടുണ്ട്. കൂടെ എന്തും കൂടെ ഉണ്ടടാ 6 വോൾട്ട് ബാറ്ററിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രതിരോധകങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാണ്. ABC അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവയെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഡയഗ്രാം വരക്കാൻ. അതായത് സീരീസ് കണക്ഷനിൽ ഇതിനെ ഘടിപ്പിക്കുന്ന രീതിയിൽ ഒരു ചിത്രം സർക്യൂട്ട് ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വളരെ സിമ്പിൾ ആണ്. അപ്പം നമ്മൾ ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അടുത്തടുത്തുള്ളതാണ് ശ്രേണി രീതി അല്ലേ. ഒന്ന് മാലയിൽ മുത്ത് കോർത്തിട്ടാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ അടുത്തടുത്തടുത്ത്, അതാണ് നമ്മുടെ ശ്രേണി രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രേണി രീതിയിൽ ഞാൻ എന്താണ് വളരെ സിമ്പിളായിട്ട് ഇതിനെ വരക്കും. റെസിസ്റ്റേഴ്സിന് ഇതാ ഞാൻ ഇങ്ങനെ കൊടുത്തു അല്ലേ. ഒന്ന് എത്രയാണ്, 8 ഓം ആണ്, ഒന്ന് 4 ഓം ആണ് അല്ലെ. അവരെ കണക്ട് ചെയ്യാൻ നമ്മൾ വയേഴ്സ് ഉപയോഗിക്കും. ആ വരയ്ക്ക് ഓരോ വയറാണ് കേട്ടോ. പിന്നെ എന്താ, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണില്ല. ബാറ്ററി എങ്ങനെയാ, ഒരു വര മതിയോ? പോരാ, ഒരു പോസിറ്റീവ് ഇട്ട് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. 2ൽ കൂടുതൽ വരകൾ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററിക്ക് വേണ്ടി ഉപയോഗിക്കണം. സോ ഇത്രയേ ഉള്ളൂ. എൻ്റെ മോനെ എത്ര സിമ്പിളായിട്ട് നമ്മൾ വരച്ചത് അല്ലേ. ഇനി നിങ്ങൾ എന്ത് കൊടുക്കുക, അവിടെ 6 വോൾട്ട് ബാറ്ററി എന്ന് കൊടുത്താൽ ആ മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഇവിടെയുള്ള സഫല പ്രതിരോധം കണ്ടെത്താൻ ശ്രേണി രീതിയിലാണ് നിങ്ങൾ കണക്ട് ചെയ്തതെങ്കിൽ അവിടെയുള്ള സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ R എഫക്റ്റീവ് അതിനൊക്കെ കൊടുക്കുക. R സഫല പ്രതിരോധം അല്ലേ. അത് സമം എങ്ങനെയാണ്, എല്ലാത്തിനും എത്ര ഉണ്ടോ അതിനൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കൂട്ടി 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 പോയാൽ മതി. എത്ര ഉണ്ടോ അതിനൊക്കെ അങ്ങോട്ട് കൂട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയടാ 8ഉം 4ഉം ആണുള്ളത്. സോ 8 + 4, എൻ്റെ മോൻ എത്ര സിമ്പിൾ, 12 ഓം എന്ന് നമുക്ക് കിട്ടിയില്ലേ. സിമ്പിളായിട്ട് കിട്ടിയില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇവിടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ ഇതറിയില്ലേ, എന്താണ്, I വെജിറ്റേറിയൻ ആണ്. സോ I സമം എന്താടാ, V/R. സോ I സമം V/R. നമ്മുടെ കയ്യിൽ V ഉണ്ട്, നമ്മുടെ കയ്യിൽ R ഉണ്ട്, നമ്മുടെ കയ്യിൽ എന്താണ് ഇല്ലാത്തത്, I മാത്രമാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. V എത്രയാണ്, 6 വോൾട്ട് ആണ്. R എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. സോ കറണ്ട് സമം 6/12 എത്രയാണ്, 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5. അത് മാത്രം മതിയോ? പോരാ, നമ്മുടെ കറണ്ടിന്റെ യൂണിറ്റും കൂടി ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. സോ 0.5 ആംപിയർ. മോനെ എത്ര സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതേപോലെ 2 റെസിസ്റ്റേഴ്സ് അല്ലേ, ഒന്ന് 6 ഓമും ഒന്ന് 3 ഓമും, അതേപോലെ തന്നെ 6 വോൾട്ട് ബാറ്ററിയും നമ്മുടെ കയ്യിലുണ്ട്. ഇവരെ നമ്മൾ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, പാരലൽ രീതി, സമാന്തരമായിട്ട് അല്ലേ, ഫേസ് ടു ഫേസ് ആയിട്ട് അല്ലേ. ഇങ്ങനെ നേരത്തെ പോലെ അടുത്തടുത്തല്ല, ഇതിങ്ങനെ ഫേസ് ടു ഫേസ്, ഒന്നിങ്ങനെ അതിൻ്റെ മേലക്ക് അല്ലേ. അങ്ങനെയാണ് നമ്മൾ പാരലൽ വേ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുന്നത്. സോ ഞാനിതാ ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയോ, ഇതാ ഇതുപോലെയാണ് അല്ലേ. വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മൾ റെസിസ്റ്റേഴ്സിന് കൊടുത്തത്. അത് ഞാൻ കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ഫേസ് ടു ഫേസ്, ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി അവർക്ക് ഇങ്ങനെ കാണണം പരസ്പരം അല്ലേ. കംപ്ലീറ്റ്ലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം. അപ്പോൾ അതാണ് ഭയങ്കര ബന്ധമുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയുമായിട്ട് കണക്ഷൻ കൊടുക്കണം. ബാറ്ററിയുമായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പോയിന്റ് കോമൺ ആയിരിക്കണം കേട്ടോ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതാ അവിടെ ബാറ്ററി നിങ്ങൾ കണ്ടല്ലോ. ബാറ്ററിക്ക് ഇതാ 2ൽ കൂടുതൽ വരകൾ വേണം. സെല്ലാണെങ്കിൽ ഒരു വരയും ചെറിയ വരയും മാത്രം മതി. ബാറ്ററി ആണെങ്കിൽ ഇതാ ഇതുപോലെ കുറേ വരകൾ വേണം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ഇവിടെ എത്രയായിരുന്നടാ, 6ഉം 3ഉം ആണ് അല്ലേ. 6 ഓമും 3 ഓമും ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ് ബാറ്ററി, 6 വോൾട്ട്. എൻ്റെ മോനെ, സർക്യൂട്ട് ഡയഗ്രാം കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പം R എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം അല്ലേ. സമാന്തര രീതിയിലാണെങ്കിൽ കണ്ടുപിടിക്കാൻ 1/R എഫക്റ്റീവ് = 1/R1 + 1/R2 എന്ന് നമുക്കറിയാം അല്ലേ. രണ്ടെണ്ണാണെങ്കിൽ സിമ്പിളായിട്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. R1 × R2 / R1 + R2. എൻ്റെ മോനെ ചെയ്താൽ പോരെ, ഒരാളെ R1ഉം R2 ഒക്കെ ഇവിടെ നമ്മുടെ കയ്യിലില്ലേ. എത്ര സിമ്പിളാണ് അല്ലേ. 6 ×
3 divided by 6 plus 3. എൻ്റെ മോനെ 18/9 എത്രയാടാ? 18/9 ആണ് 2 ഓം അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? 2 ഓം ആണ് ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓരോ റെസിസ്റ്റേഴ്സിലുമുള്ള കറണ്ട് എത്രയെന്ന് കണക്കാക്കാൻ എൻ്റെ മോനെ ഇതിലൂടെ എത്ര കറണ്ട് ആണ്, ഇതിലൂടെ എത്ര കറണ്ട് ആണ് എന്ന് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് ത്രൂ നോക്കടാ, കറണ്ട് ത്രൂ ഏതിലൂടെയുള്ള നമുക്ക് കണ്ടുപിടിക്കാന്നറിയോ? കറണ്ട് ത്രൂ 6 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് കണ്ടുപിടിക്കുക അല്ലെ? അപ്പൊ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? V/R അല്ലെ? R എന്ന് പറയുന്നത് ഏതെടുക്കണം? 6 എന്ന് നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പൊ വിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, വി ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും. അല്ല, അതാണ് നമ്മളുടെ അല്ലെ നമ്മളുടെ പാരലലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? ആ കോമൺ, ഇതിനും 6 വോൾട്ട് ആണ്, ഇതിനും 6 വോൾട്ട്, എല്ലാവർക്കും ഒരേപോലെ വോൾട്ടേജ് തരും. അപ്പം വോൾട്ടേജ് എടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇല്ലാതെ എത്രയാണ്? 6 ആണ്. 6/6 അല്ലെ? എത്രയാണ്? 6 ഓം. അപ്പൊ 6/6 ചെയ്ത് അറിയില്ലേ? 1 ആംപിയർ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞത് അല്ലെ? നെക്സ്റ്റ് എന്താണ്? 3 ഓമിലൂടെയുള്ള നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? സോ കറണ്ട് ത്രൂ 3 ഓം, 3 ഓമിലൂടെയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. I എന്താടാ? V/R. വി നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വി എന്താണ്? കോമൺ ആയിരിക്കും, എല്ലാവർക്കും സെയിം ആയിരിക്കും അല്ലെ? സെറ്റാണല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ I is equal to V/R ആണ്. സോ V എന്ന് പറഞ്ഞാൽ എത്രയാടാ? 6/6/R എത്രയാണ്? 3. സോ വി ഗോട്ട് 2 ആംപിയർ. എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ? എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറിയ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ തരാൻ പോവാണ്. സോ വേഗം എന്ത് ചെയ്യണം അറിയാം നിങ്ങൾ? ഇവിടെ നമുക്ക് 5 ഓം ഉണ്ട്, ഇവിടെ അതുപോലെ തന്നെ 5 ഓം. നിങ്ങൾ സിമ്പിളാക്കാൻ വേണ്ടി നോക്കിയാൽ ഇവിടെ നമ്മളൊരു 10 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ഇന്നത്തെ ചോദ്യം. സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.